വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേര് ക്ലാഷ് ഓഫ് ക്ലാൻസ്. കുറേ പേര് കളിക്കുന്നതാണ്. നമ്മൾ 2-3 ദിവസമായുള്ള എടുത്തിട്ട് ഇപ്പോൾ വലിയ അക്കൗണ്ടൊന്നും ഇല്ല, ചെറിയ അക്കൗണ്ടൊക്കെ തന്നെ. അയ്യോ, ആരൊക്കെ അറ്റാക്കൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. ഇവന്മാരൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇവന്മാരൊക്കെ ഷീൽഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവന്മാരൊന്നും റിവൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സൗണ്ട് കുറച്ചോക്കട്ടെ, ഭയങ്കര സൗണ്ട്. റിവാർഡ് 1000 പോയി. ഇവിടെ എന്താ 100 സംതിങ് പോയി. അയ്യോ, സ്റ്റോറേജ് ഫുള്ളാവാറായി. അപ്പോൾ അതിനാണ് പൈസ ഇല്ല. എടാ എത്ര അതിന്? ഇതല്ല, ഇത് അല്ല, ഇതുമല്ല, സോറി, ഇത് 12,000. നമുക്ക് സെറ്റാക്കാം. നമുക്കെന്താ പേടി? ഇവിടെ 2 ഇത് ഇവിടെ 864. ഇവനെ ഒരെണ്ണം, ഇവനാണ്ട് ഒരെണ്ണത്തിന് വിടാം, ഇവനെ ഒരെണ്ണത്തിന് വിടാം, ഇവനെ ഒരെണ്ണത്തിന് വിടാം. ഭയങ്കര സൗണ്ടാണല്ലോ. എന്ത് ഇത്ര സൗണ്ട്? നിങ്ങൾക്ക് അവിടെ കേൾക്കും. അയ്യോ, അറിയാതെ ഒരുത്തനും കൂടെ അറിയത്തുള്ളൂ. എന്നാൽ പിന്നെ എല്ലാത്തിനും അങ്ങ് ഇറക്കിട്ടെ. അയ്യോ ഗൈസ്, അവൻ ചത്ത്. അവനൊക്കെ ഇപ്പം തീർന്നു. നിങ്ങൾക്ക് അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ എൻ്റെ ടാപ്പിൽ ഭയങ്കര സൗണ്ട്. ഓക്കെ, ചെറിയൊരു വില്ലേജ്. എല്ലാം നക്കാപ്പിച്ച ഗാനം കിട്ടി. ഒന്നൂടെ പോരാൻ നല്ല വല്ലം കിട്ടിയാൽ മതിയായിരുന്നു. തോറ്റി. നല്ല വല്ലം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയും. ഇത്ര നല്ലൊക്കെ തരും. കൊള്ളാമല്ലോ. എടാ, ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പോവാടാ. ഇതൊന്നും അറ്റാക്ക് ചെയ്യത്തില്ലേ? അതുകൊണ്ട് മര വിട്ടില്ല. അറ്റാക്ക് ചെയ്യടാ. എല്ലാത്തിനെയും പിടിച്ച് കുലുങ്ങിക്കോണം. പോടുന്നു. കൊല്ലി കളി ജയിക്കാൻ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ. ജയൻസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവന് ഈ സാധനം അത് ചത്ത്. ഭാഗ്യം. നമ്മുടെ മറ്റേ വലിയൊരു സാധനം കണ്ടില്ലേ ഇവിടെ മുമ്പേ ഇവന്മാർ ജയന്റ് വന്ന് പൊട്ടിച്ചേ? ആ സാധനം ഉണ്ടെങ്കിൽ ഈ ലൂട്ടെടുക്കുന്ന പച്ച മനുഷ്യർക്ക് 2 അടി കിട്ടിയ അവന്മാർ എത്തുമോ? അതിന് 2 അടി കിട്ടിയ അവന്മാർ എത്തുമോ? എന്താണെന്ന് എനിക്കറിയില്ല. 2 അടി മതി. 2 അടിക്ക് തീർന്നു. അയ്യോ, ഇവിടെ എടാ, ഇവിടെ വിട്ടാൽ മതിയായിരുന്നു. ഇവിടുത്തെ ഒരുത്തൻ നമ്മുടെ കൂടെ വന്നേനെ. മറന്നുപോയി. പെർഫെക്റ്റ് ആളെയാണ് മോൻ എടുത്തത്. എന്തോ ജയിച്ചു. ഇതിനകത്ത് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ബോണസാ. അയ്യോ, തപ്പടി. 20 ഡയമണ്ടാ. ബോർഡാർക്കാ കൊടുത്തേക്കാം. 19 ഓൾഡ് സ്റ്റോറേജിനല്ലേ? ഇത് എക്സിലർ കളക്ടറാ. ഇത് വെക്കാനാ. അതായിരുന്നു. അതിപ്പോൾ ആയിക്കോളൂ. 1 ഡയമണ്ട് വെറുതെ കളയണ്ട. പിന്നെന്താ ഇതോ? സ്റ്റോറേജോ?
അതിവിടെ വെച്ച് അതും ഉപ്പാവും. പിന്നെന്താണ് എക്സിലർ, ഇത് വേണം, അത്യാവശ്യമാണ്. ഇത് കുറേ വേണം, കൊള്ളാലോ. അതും അവിടെ വെച്ചിട്ടുണ്ട്. ഇനി എന്താ, ഗോൾഡ് മൈന്, അതും വെച്ചിട്ടുണ്ട്. ഇനിയും പാട്ട്. ഇത് ഫ്രീയാ, ഒന്നല്ല, അത് പറ. ഓക്കെ, ഇത്ര മതി തലിക്കാലം. ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ അത്ര വലിയ പൈസ ഒന്നുമില്ല. ടൗൺ ഹാള് ലെവൽ 4 ആക്കണം. അതിനെന്ത് ആയിട്ടുണ്ട് 2 മണിക്കൂറോ. ഗൈസ്, നിങ്ങളിത് കളിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഏതൊരു ഒരു ഗിൽഡ് പറഞ്ഞു തരണേ. ഞാൻ ഗിൽഡൊക്കെ അൺലോക്കായി, ഏത് ഗിൽഡിൽ കയറണമെന്നൊരു ഡൗട്ടാണ്. കുറേ ഗിൽഡുണ്ട്, ഏത് ഗിൽഡിൽ കയറണമെന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞു തരണം ഗൈസ്, കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി. ട്രെയിൻ ട്രൂപ്സ് എല്ലാം ഫുള്ളാണ്. നമുക്കൊരു കാര്യം ചെയ്താലോ, വെയിറ്റ്, ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച് ഗൈസ്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവനെ ഒരു 70 എണ്ണം ഇട്ട് കൊടുക്കാൻ പോവാം. ലൂട്ടെല്ലാം ഇവന്മാർ തോണ്ടി വലിച്ച് വാരി അങ്ങ് എടുത്തോളും. ഇവന്മാരെ കൊണ്ട് നല്ല ഉപയോഗം. അതുകൊണ്ടാ നീ എന്താ ഓക്കെ. പിന്നെ പോവാം. ഇതൊക്കെ ഇവന്മാർ പുല്ല് കൂട്ടെടുക്കും. മുമ്പല്ലേ തൂത്ത് വാരി അങ്ങ് എടുക്കും. എന്ത് കൊടുക്കും, പോടാ കുറേ. ഓക്കെ, കുറേ എണ്ണം ഉള്ളതുകൊണ്ട് പിന്നെ വലിയ സീനില്ല ബ്രോ. ഇവരവസാനം ആകുമ്പോൾ എല്ലാ അടിയും ഒട്ടിച്ചോളൂ. സിമ്പിൾ. എനിക്ക് ഒരുത്തനോട് കടം തീർക്കാനുണ്ട്. 1 മിനിറ്റ്, ഇവനോടായിരുന്നു. ഒരു ഭയങ്കര വലിയ സാധനം ഇട്ട് വെച്ചേക്കുന്നത്. ഇതിനകത്ത് കുറേ ലൂട്ടും ഉണ്ട്, കുറേ ഏതാണ്ട് പിച്ചളയും കൊച്ചളയൊക്കെ ഉണ്ട്. സെലക്ട് ചെയ്തില്ല. ഇവിടെ ഒരു 35, അപ്പുറത്തൊരു 35 ഇട്ട് കൊടുത്തു. ഈക്വലാവും. 30 ആയിപ്പോയി. 40 അപ്പുറത്തിട്ട് കൊടുത്തു. ഇവന്മാരുടെ ലൂട്ട് ഞാൻ തൂത്ത് വാരി എടുക്കുന്നു. തകർക്കടല്ല, തകർത്തങ്ങ് ഇല്ലാണ്ടാക്കണല്ല. മതി, ഇത്രയും ലൂട്ടൊക്കെ ധാരാളം. ഡിഫീറ്റ് എപ്പം നോക്കിയാലും ഡിഫീറ്റ് ആവും. അതെപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ, എപ്പോഴും അല്ല. ഉമ്മാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പോടാ, 1000 ജയിക്കത്തില്ല, അത് വേറെ കാര്യം. എവിടെ ഇടണം? ഇവിടെ ഓട്ടം കിട്ടേക്കാം. കുറേ നേരം ഇങ്ങനെ ഞെക്കി പിടിച്ചോണ്ടിരിക്കണം. ഇപ്പോഴാ ഞെക്കി പിടിച്ച് കഴിഞ്ഞത്. പൊട്ടിക്കടാത്, എല്ലാത്തിനും തൂത്തുകാരിയടി. എത്ര പേരുണ്ടെന്നോ? കുറേ പേരൊന്നും ഇല്ല. അടി ഇത് പൊട്ടിക്കടാ, അത് പൊട്ടിക്കടാ. അവനെയും കൂടെ കിട്ടുവാടാ. അപ്പോൾ പൊട്ടാ ഉമ്മാരത് പൊട്ടിക്കാൻ പോയേക്കുന്നപ്പോൾ. പൊട്ടിരി ഞാൻ വേഗം പൊട്ടിയിട്ട്. പൊട്ടിരി. ഇവനെയും കൂടി. പോടാ, അവൻ നമുക്ക് എക്സ്ട്രാ ആൾക്കാരെ തരുമല്ലേ. ജയിച്ച്. പിന്നെ നല്ല ലൂട്ടൊക്കെ തൂത്ത് കാര്യം എടുത്ത്. എത്ര? 17,000. പിന്നെ വേണ്ടി വരുമോ ചേക്കാന്നാലും. ഇതെന്തടാ 40 ഡൈമുണ്ട്. നാളെ രാവിലെ എണ്ണിക്കുമ്പോഴത്തേക്ക് വരി. ഇവിടെ ഇപ്പോൾ തൂത്തുകാരെടുക്കും മാതിരി. 35. എടാ അത് പൊട്ടിച്ചപ്പോഴത്തേക്ക് കൊള്ളാം.
ഇറക്കിയാൽ മതിയായിരുന്നല്ലോ. ഇറക്കിയിട്ടൊന്നും കാര്യമില്ല. ഞാൻ പറയാൻ വിട്ടുപോയി, ഈ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കുമേ. നമ്മളിപ്പോൾ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോ 16 സെക്കൻഡുള്ള വീഡിയോ ഒക്കെ ഉണ്ട് ഗൈസ്. എനിക്ക് ഷോർട്സ് ഇടാൻ അറിയില്ല. നിങ്ങൾക്ക് ഷോർട്സ് ഇടുന്നത് എങ്ങനെയാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഞാൻ ഷോർട്സ് ഇടാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഞാൻ നേരത്തെ 2 എണ്ണം ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. പക്ഷെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. വീണ്ടും അടുത്ത അവന്മാരെ അവൻ പുറകില് അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് എപ്പോഴേ ഒതുങ്ങി. ഇനി ഇപ്പുറത്ത് അണ്ണാച്ചി ഇപ്പുറത്ത്. അവന്മാരെ ഏറ്റവും ദൂരെ പോയിരിക്കുന്നു. നല്ല സൗണ്ട് അവന്മാർ ചാവുന്നതൊക്കെ. അത് പൊട്ടിച്ച് സദാമാനം ചത്തോ കൊള്ളാം. ലൂട്ടെല്ലാം കിട്ടി. ഇത് മതി, നമുക്ക് ലൂട്ട് കിട്ടിയാൽ മതി. ജയിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. കോയിൻസൊക്കെ നിറഞ്ഞങ്ങ് തുളുമ്പി അങ്ങനെ ഇവിടെ ഇട്ടില്ല കേട്ടോ. എനിക്ക് പെട്ടെന്നൊരു ഗിൽഡ് കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഫുള്ള് ആൾക്കാരെ ഇറക്കി പോലില്ല. അതിനെന്താ ചേർത്ത് ഇല്ല. ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സൊക്കെ ഭയങ്കര ലോ ആണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം താഴെ കമൻറ്റ് ചെയ്യുക. ഇവന്മാർ എത്ര അറ്റത്ത് നിർത്തിയല്ലോ അവന്മാർ അത്തിരി ദൂരെ പോയി നിൽക്കത്തുള്ളത്. അപകടത്തിൻ്റെ മൂട്ടിൽ പോയി നിൽക്കും. അതുകൊണ്ട് അവമ്പരി എത്തില്ല. എല്ലാം ഒറ്റയടിയാവുന്നു. ലൂട്ടും വലുതായിട്ടൊന്നുമില്ല. ഗൈസ്, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പം വരാം. ഒരു മിനിറ്റ്, ജസ്റ്റ് വെയിറ്റ്. ഗൈസ്, വി ആർ സക്സസ്ഫുള്ളി ഫെയിൽഡ്. ഗൈസ്, അമ്മയൊന്ന് വിളിച്ചായിരുന്നു, അതിന് പോയതാ. അല്ല, ലൂട്ടെല്ലാം എടുത്തെന്ന് തോന്നുന്നല്ലേ. എടുത്ത് ലൂട്ടെല്ലാം എടുത്ത്. അതത്രയാണ്. ഗൈസ്, കണ്ട് ഇവനെ കണ്ടോ? ഇവൻ എല്ലാവരുടെ ഇതിനകത്ത്, ഓൾമോസ്റ്റ് എല്ലാവരുടെ ഇതിനകത്തും കാണും. ഇവനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവനെയും കൂടെ കിട്ടും. അപ്പോൾ നമുക്ക് ഹെൽപ്പാവും. എന്നുവെച്ചാൽ ഇവൻ്റെ ഒരു ഇടിക്ക് ഇതിനെ കണ്ടോ, ഇതിൻ്റെയൊക്കെ പകുതി ലൈഫൊക്കെ പോവും ഇവൻ്റെ ഒരു ഇടിക്ക്. ഇവനാണെങ്കിൽ നമുക്ക് കൂടുതൽ എനിമിയെ തരും. പൊട്ടൻ ഇവൻ്റെ അടുത്ത ഞാൻ മറ്റവരൊക്കെ വിടുന്നേ. ഈ പൊട്ടന്മാരാണെങ്കിൽ പോയി അടി മേടിച്ചിട്ട് വരും. ഇതെന്തേ? അയ്യോ ഗൈസ്, ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, വി ആർ ബാക്ക്. സൈഡ് ചെയ്തുകൊണ്ട് വന്ന് അതാണ്ട് ഈ പൊട്ടനെ. ഇവനെ വേണം. അവനെ കിട്ടാന്ന് വെച്ചാൽ ഭയങ്കര പാടാട്ടനെ. എനിക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ചെയ്തിട്ടുണ്ട് 35 മറ്റേ അവനെയും 35 ഇവനെ. ഇവനാണെങ്കിൽ അവരെയൊക്കെ പോയി അടിച്ചോളും. ഞാൻ പറഞ്ഞയാളല്ലേ, അവനെ പോയി അടിച്ചോളും. മറ്റവനാണ് ലൂട്ട് എങ്ങനെ ഇരിക്കുകയാണ് ഈ സ്ഥലത്താ. ഇതിനൊക്കെ എന്തോ ചെയ്യാനാണോ ദൈവമേ. അതിൽ ഇവന്മാരെ മാത്രം ഇട്ടാൽ മതി, ജയിക്കേണ്ടതാണ്. അമ്മാരെ ഇട്ട് ഇവനെ ഇടേണ്ട ആവശ്യം വരുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ആവശ്യം വരും. അവന്മാരെല്ലാം വിറക്കി എടുത്തോളൂന്ന് ഞാൻ പറയും. അടി ഡാർക്ക് ബിയറോ? എൻ്റെ ഗിൽഡ്
ഇവനെ ഇടേണ്ട ആവശ്യം വരുമെന്ന് തോന്നുന്നത്. എനിക്ക് ഇതൊക്കെ തീർക്ക് ക്യാനൺ തീർത്ത് കഴിഞ്ഞാൽ സിമ്പിളാണ്. പിന്നെ ക്യാനൺ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഈസി പോസി. അപ്പോൾ ഓടാ അമ്പുവിടൽ അവളെയും കൂടെ തീർക്ക്. വലിയതൊന്നും ഇല്ലല്ലോ, അവളെയും കൂടെ കീറാ, വലിയ കാര്യമൊന്നുമില്ലല്ലോ. എന്തിയേ അവളെ അടിക്കുന്നുണ്ടോ നീ? അവളെ അടിക്കുന്നില്ലെന്ന് തോന്നുന്നല്ലോ. ഓ കൊള്ളുന്നുണ്ടല്ലേ. അവൻ്റെ ഒരാളെയും കൂടെ വിട്ടേക്കാം. ഓക്കെ, അയ്യോ 3 പേരൂടെ ഉണ്ടായിരുന്നു. അമ്മമാരെ വിട്ടില്ല, മറന്നുപോയി. അത് തീരാറായില്ലോ. ഡയമണ്ട് അങ്ങ് തീർത്താലോ ഗൈസ്. തീർക്കണോ? തീർത്ത് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. പ്രൊട്ടക്ഷൻ ഈസ് എൻഡിങ് സൂൺ. 4 മിനിറ്റോ? ഇതെന്ത് ന്യൂ ഗോബ്ലിന്? ഇവനെയും കൂടെ അപ്ഗ്രേഡ് തന്നിട്ട് കിട്ടുമെന്ന് തോന്നല്ലോ. തോന്നുന്നു ഇവനിതം കളയും. ഡയമണ്ട് കുറേ പോയി. അവിടെ എനിക്ക് ആ സാധനം വേണം. അത് മറ്റേത് ഏത് വേണ്ടിയത്? എക്സിലർ കളക്ടർ, അത് വേണം. ഇവനെ ആദ്യമേ എടുത്തേക്കാം. അതാ കണ്ട്. ഇവന്മാരെ വിട്ട് കഴിഞ്ഞാൽ ഇവനെ എടുത്തു തരും. ഇവനെ എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് ഗുണം. കണ്ട അവൻ്റെ ഒരടിക്ക് അതിൻ്റെ പകുതി ലൈഫ് പോയി. ഇവൻ്റെ ലൈഫും പയ്യെ പോത്തുള്ളൂ. ഇവനെ വിട്ട് കഴിഞ്ഞാൽ ലാഭമാണ്. നമ്മുടെ വാളും കൊണ്ട് പോകുന്നവനെ ഫുൾ ലാഭം, ടോട്ടൽ ലാഭം. ഓൾമോസ്റ്റ് ഒരിടിക്ക് കണ്ട. അവിടുത്തെ ഒരിടിക്ക് എല്ലാം പൊട്ടി. ഈ ഒരിടിക്ക് തീർന്നു. ഇത് അവനെ കൊണ്ടുള്ള ഗുണം. താണ്ട് ഇപ്പം ഇവനെ അറ്റാക്ക് ചെയ്ത് നോക്കാം. അവൻ കൂടുതൽ എനിമിയെ കൊണ്ടിട്ട് വരും. ജയിച്ചോ? എടാ പോടാ. 557 കോയിൻ നക്കാപ്പിച്ച്. ആരുടെ വേറെ കളിക്കാനാണ് ഇവിടെ? ഇവനെ കൊണ്ടൊക്കെ ബ്രോ അവിടെ ഇല്ല. ആർമി ബേസ് പൊളിക്കണ്ട. ഞാൻ ഇവനെയൊക്കെ കൊല്ലാൻ മതി. ഭയങ്കര ലൂട്ടാ കേട്ടോ, അപാരം തന്നെ. ഇതേത് അറബിക്കാരാന്ന് തോന്നല്ലോ. അറബിയുടെ ഇത് ക്ലാൻ അറബിക്കുഞ്ഞിൻ്റെ ക്ലാന് ഒന്നും വായി വരുന്നില്ല. കൊല്ല് കറക്റ്റ് 1000 കോയിൻ എങ്ങനെ ഉണ്ടാക്കിയതാ? അതെല്ലാം ഞാനങ്ങെടുത്ത്. എത്ര കഷ്ടപ്പെട്ടെന്നാ കറക്റ്റ് 1000 ഉണ്ടാക്കാം. ധാരാളം. എടാ അതല്ലടാ പോട്ടാ. അയ്യോ ഇവനെയൊക്കെ. അത് തന്നെ കൊല്ലു. അയ്യോ അതാണ്ട് നമ്മുടെ വലിയ മനുഷ്യനിപ്പോൾ ചാവും. അത് മതി. കൊണ്ട് ഇടിച്ച് നിരപ്പാക്ക. എല്ലാം ഇടിച്ച് നിരപ്പാക്ക. കൊല്ല് പിന്നെ കൊല്ലെന്ന് പറയുമ്പോൾ എന്തോ ഒരു മനസ്സ്. സൗത്ത് ഷീൽഡൊന്നും കാണുന്നില്ല. ഏതോ കൊള്ളാത്ത പൈസ വെച്ചേക്കും അവൻ. ഇവൻ മസിൽ കാണിക്കും. ഇവൻ വിളിക്കണേന്ന് കാണിക്കും. ഇവൻ മസിലിന്. ഇവൻ വിളിക്കണേന്ന് കൈയിട്ട് കാണിക്കും. ഗൈസ് 1 മിനിറ്റ് കൂടെ ഉള്ളു നമ്മുടെ പ്രൊട്ടക്ഷൻ ഇതിനകത്ത്. ഓഹോ ഇറ്റ്സ് വെരി ഹാർഡ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേത് ക്യാനൺ കറക്കാൻ പോയേക്കുന്നവന്മാർ ഇവിടെ. കിട്ടി. ഒറ്റ ഇടി വെച്ച് കൊടുക്കണം. എടാ അത് തീർക്കും. മറ്റേ ഇവനൊക്കെ കിട്ടണം ഗൈസ്. വലിയ എൻ്റെ ചേട്ടനുണ്ട്. ആ ചേട്ടൻ 123 ലെവൽ. എങ്ങനെ എത്തിച്ചെന്ന
ഒരു ഐഡിയ ഇല്ല. എന്തോ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചേട്ടൻ്റെ ഫ്രീ ഫയറിൻ്റെ അക്കൗണ്ട് ഒന്നല്ലേ, പക്ഷെ റാങ്ക് കുറവാന്നേ ഉള്ളൂ. ഒരു ബോംബ് ഉണ്ടായിരുന്നു, അതിന് മുമ്പ് ഞങ്ങൾ ജയിച്ച്. പൊട്ടിയില്ല പാവം. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്മാനെ. ഓ 16, 15, 14, 13 ഈ സാധനത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ഇത് ഇവിടെ ഉണ്ട് ഒരു വാളിൻ്റെ. അത് 5, 4, 3 അതെന്ത് 2, 1, 0. വി ആർ അൺപ്രൊട്ടക്റ്റഡ്, റെഡി ദ ഡിഫെൻസ്. അങ്ങനെ വര ലേലുവല്ലു എന്ന് പറയാതെ ഇപ്പം മനസ്സിലായി. എൻ്റെ മോനെ ഇവിടുത്തെ ഇവിടെ ഇവിടുത്തെ കോയിൻ കണ്ടോടാ, എക്സൽ കളക്ടർ. എൻ്റെ മോനെ തകർത്ത്. എടാ 2,12,427 കോയിനും കണ്ടോ. ഇവൻ ലക്ഷാധിപതിയല്ല, കോടീശ്വരന്. തകർക്കാനെടുക്കും നല്ല സമയം. ചത്തോ? എടാ അതിൻ്റെ 2ാമത്തെ ലെവലാടാ. നല്ല കിട്ടി. കോയിനോട് ശരി എടുക്കും. ഇച്ചിരി കോയിൻ വേണം എനിക്ക്. കോയിൻ കുറവാണ്. പകുതി കോയിൻ താണ്ടിരിക്കുന്നു. ഇച്ചിരി സീനാ കേട്ടോ. ഞാൻ ഓൾമോസ്റ്റ് ഇച്ചിരി സീനാ. അത് തകർക്ക്. ആ സാധനം തകർക്ക്. അത് വേണ്ട. അതിനിയും ജീവിച്ചിരിക്കണ്ട. ലൂട്ട് കുറച്ച് കിട്ടും. എടാ എന്നാലും ഇവൻ ഇത് എങ്ങനെ ലൂട്ട് ഉണ്ടാക്കിയടാ. എൻ്റെ ചേട്ടനെക്കാട്ടിലും സീനാണല്ലോ. അത് തകർക്ക്. ആ ചെറുക്കനെയും കൂടെ വിളി, ആ വലിയ അവനെയും കൂടെ വിളി. അത്രയേ ഉള്ളു. ഒറ്റ ഇടി കൊടുക്കണം മോനെ, തകർന്ന് കയ്യിരിക്കും. ഇതായിരുന്നു എനിക്ക് വേണ്ടത്. ഇനി ആര് വന്നാലും നോ പ്രോബ്ലം. ഇവനുണ്ട്, ഇവനടിച്ച് തകർക്കും. ലൂട്ടും കിട്ടി. അതൊക്കെ അത്രേ ഉള്ളൂ മോനെ. നമ്മളെല്ലാവരും സീനല്ലേ. ഇവിടെ നിന്ന് വിട്ടോണ്ടിരിക്കുന്നു. അവിടെ ലൈഫ് കുറവാണ്. അടിച്ച് നമ്മുടെ മറ്റേ ബാക്കിയുള്ളവരെല്ലാം ചത്തല്ലേ. അമ്പുവിടലുകാരി കൊന്നു. അടിയോ. ഓ ലൈഫ്. എടാ ബോംബടാ. ഇവിടെ ബോംബിരിക്കുന്നവിടെ. ആ ബോംബെങ്ങാനും പൊട്ടിയാ തീർന്നിവൻ. എന്നാലും ഇവൻ എങ്ങനെ എടുത്തോടാ ഇത്രയും ലൂട്ട്. ടൈറ്റൻ. അവന് ഗിൽഡൊന്നും ഇല്ലയോ? ഇല്ലയോ? ഇതാരാ? എടാ ഇവന് ഗിൽഡൊന്നും ഇല്ലയോ? അതാണ് അവൻ്റെ ഗിൽഡ് ചേർന്നിട്ടും ഇല്ലെന്ന് തോന്നുന്നു. സീനാണ്. പൊട്ടിച്ചിട്ടാങ്കളെ. എന്നാലും എത്ര കഷ്ടപ്പെട്ടായിരിക്കും മോനെ ഇത്രേ ഉണ്ടാക്കിയത്. നമ്മളങ്ങ് എടുത്തു. ഇവനുള്ളത് ഭാഗ്യം കേട്ടോ. വലിയവൻ. എടാ 18 സെക്കൻഡ് കൂടെ ഉള്ളു. ബ്രോ വേഗം പോയി അതിട്. എനിക്ക് പൈസ വേണം. പൈസ അടി കുറച്ചെങ്കിലും എടി. എടാ അത് പൊട്ടിക്കാൻ പോവാടാ അതിൻ്റെ ഇടയ്ക്ക്. അതെടാ ഒരടിയെങ്കിലും കൂടെ. ഒരടി ധാരാളം. മതി ഫുള്ളായി. അയ്യോ. അവിടെ ഇനി ഇതെല്ലാം അപ്ഗ്രേഡ് ചെയ്യണോ? എടോ ഗോബ്ലിൻ. പൈസയുണ്ട് കുറേ. പൈസക്ക് എന്തെങ്കിലും ചെയ്യണം. ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റൂല. ഇതും പറ്റൂല. ക്യാനൻ അപ്ഗ്രേഡ് ചെയ്യാം കേട്ടോ.
ക്യാനൺ, ഈ ക്യാനണാന്ന് തോന്നുന്നു അല്ലേ. അവിടെ ഇതെല്ലാം ടൗൺ ഹാള് ഓടുന്നു. നമ്മൾ ടൗൺ ഹാൾ അപ്ഗ്രേഡ് ചെയ്തു. നല്ല പൈസയും പോയി, നല്ല ജംസും പോയി. എന്നാലും ബൂസ്റ്റായി കേട്ടാ. എന്താ ബൂസ്റ്റ് ചെയ്താണ്ട്? ഇത് റീസർച്ചാണോ? അപ്പം ബൂസ്റ്റ് ചെയ്തോണ്ടിരുന്നായിരുന്നു തോന്നുന്നു. ഇതോടെ ബൂസ്റ്റ് ചെയ്തോടെ നല്ലല്ലേ. 50,000 രൂപ പോയി. ഇനി ഇത്രയും ടൈം ഉണ്ടായില്ല, എന്ന് ഇതൂടെ അങ്ങ് തീർത്തോ. ഇതെന്താ അവിടെ ഇത് അപ്ഗ്രേഡ് ചെയ്യായിരുന്നു കേട്ടാ. Resources here. Resources here. Cakap mengatenga. അതിപ്പായിക്കോളും. അപാരം തന്നെ. ഇതായി ആർച്ചറി. പുറത്ത് അമ്മൂമ്മ കിടപ്പുണ്ട് ഗൈസ്. അമ്മൂമ്മയാണ് ചുമക്കുന്നത്. ഇതൊക്കെ ബൂസ്റ്റ് ആവുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ലല്ലോ. വെറുതെ കിടന്ന് ബൂസ്റ്റ് ആവാ. എന്തുവാ ടൗൺ ഹാൾ ഒരു ലെവലിലൂടെ അപ്പ് ചെയ്താൽ ഇത്രവും. പൈസ ഒട്ടും വേണ്ട കേട്ടോ, കുറച്ച് മതി. ഒട്ടും പൈസ വേണ്ട, എല്ലാം കുറച്ചേ ഉള്ളൂ. എല്ലാം കുറച്ച് മതി, വലിയ പൈസ ഒന്നുമില്ല. പ്രാക്ടീസാ. പക്ഷെ പ്രാക്ടീസ് എടാ 100,000 സീനാണല്ലോ മച്ചാൻ, സീനാണല്ലോ. കൊള്ളാം. മച്ചാൻ കൊള്ളാം മച്ചാനെ. ഞാൻ മച്ചാൻ്റെ ഫാനാ. ഇതിപ്പോഴെങ്കിലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സമയം എടുക്കും. എല്ലാം പൊട്ടിച്ച് വരുമ്പോഴത്തെ 1 മണിക്കൂറാവുമല്ലോ. ഇവൻ പിന്നെ എത്ര 10-12 എണ്ണം ഉണ്ട്, അതുകൊണ്ട് വലിയ സീനില്ല. പൊട്ടിരി അതുകൊണ്ട് ആർച്ചറി കുഞ്ഞിനെയും കൂടെ. ഈ സാധനം എന്തിനാന്നാ ഇപ്പം ഇവന്മാർ പൊട്ടിച്ചോണ്ടിരിക്കുന്നത്? അട്ടാക്കും ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. എനിക്കൊരു ഡൗട്ടുണ്ട്. ഇതിങ്ങനെ തട്ടിപ്പൊട്ടിച്ചോണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള എനിമീസൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യരുത്. അതായിരിക്കും ഉദ്ദേശിച്ചത്. വലിയ സമയമൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് എല്ലാം സുഖമായിട്ടെടുക്കാം. ഇതാ പ്രാക്ടീസിന് വേണ്ട ഉപയോഗം. ഇവന്മാരെ കണ്ടില്ല കേട്ടോ. ഇത് കുറെ സമയമായില്ല. ഇവിടെ അമ്മ തൂത്തുവാരി അങ്ങ് എടുത്തു കേട്ടാ. ചുമ്മാ സിമ്പിളായിട്ട് അങ്ങ് എടുത്തു. എന്താ തടിയൊക്കെ ഇട്ടാന്ന് തോന്നുന്നു അടിക്കുന്നേ. അതിട്ട് പൊട്ടിക്കുന്നു. ഇത് ഇന്ന് അത് പൊട്ടിച്ച് കഴിഞ്ഞല്ലേ. ഇവിടെ നമ്മുടെ അതൊക്കെ ഫുള്ളായടാ. പൈസയും കൂടി മതി. 12,000 രൂപയെ കൊള്ളാലോ. 96,000 സീറ്റ്. Ambil pole, ambil mana bandi paket.
ഓറാത്തെല്ലാം മനസ്സിൽ റിപ്പോർട്ട് സപ്പോർട്ട് பாட்டு போல ஜிங்கிள் வச்சு ஒன்று பொண்டாட்டி அவள் நன்று நானும் வரவை பார்த்து உன்னோட்டம் பாம்பி பெரிய ഡാൻസ് പോവാ ആർക്കിടെക്ചർ മുന്നോട്ട് ഏറിയ. അങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ പാട്ട്. കൊള്ളാവോ? ഈ കൊള്ളത്തില്ലെന്ന് എനിക്കറിയാം, അത് നിങ്ങളായിട്ട് പ്രത്യേകിച്ച് പറയണ്ട. നീ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ പാട്ട് പാടാതെ ഒരു സമാധാനം ഇല്ല ഗൈസ്. എന്തെങ്കിലും ഇങ്ങനെ മിണ്ടിയും പറഞ്ഞല്ലെങ്കിൽ പാട്ടോ പാടിക്കൊണ്ട് ചുമ്മാ ഇങ്ങനെ ഇരിക്കണം. എന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഇങ്ങനെ സ്വഭാവം ഉണ്ടോ? എന്താടാ ഒരു കട്ടിലേ കിടക്കുവാണ്. അതുകൊണ്ട് ഗൈസ് ഞാൻ ഗൈസ് നമ്മൾ പൈസ പണക്കാരൻ. നമ്മൾ സീനല്ലേ? നിങ്ങൾ തന്നെ പറ, നമ്മൾ സീനല്ലേ? നമ്മൾ ടോട്ടലി സീനല്ലേ? അല്ലേ? ആണോ? സത്യം പറ. ഇവനെയും കൂടി ഇവിടെ പണി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ബൈ.